പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമയാന യാത്ര ഇപ്പോഴും അവതാളത്തിലാണ്. വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ കാരണം മുംബൈ, ഡൽഹി, ബംഗളൂരു എന്നീ 3 മെട്രോ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഏകദേശം 180 വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ടാണ് നമ്മളോട് വ്യോമയാന വൃത്തങ്ങൾ അറിയിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ സഹായിക്കുന്നതിനായി ഇന്നു മുതൽ പരിമിതമായ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയതിന് പിന്നാലെയാണ് ഇന്നലെയും ചൊവ്വാഴ്ചയുമായി കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് 180 വിമാന സർവീസുകളാണ് തടസ്സപ്പെട്ടത്. മുംബൈ, ഡൽഹി, ബംഗളൂരു എന്നീ 3 വിമാനത്താവളങ്ങളിൽ നിന്ന് 180 വിമാനങ്ങൾ റദ്ദാക്കി. അതേസമയം ജിദ്ദയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചു. ദില്ലി, മുംബൈ വിമാനത്താവളങ്ങളിലേക്ക് ഖത്തർ, ഒമാൻ, അബുദാബി എന്നിവിടങ്ങളിൽ നിന്ന് 4 സർവീസുകൾ ഇൻഡിഗോ നടത്തി. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ നിലവിൽ വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. പ്രധാനമായും സ്വദേശത്തേക്ക് കൊണ്ടുപോകൽ, ചരക്ക് നീക്കങ്ങൾ, സ്ഥിരീകരിച്ച ബുക്കിംഗുള്ള യാത്രക്കാർ എന്നിവയ്ക്കായി മാത്രമുള്ള സർവീസുകൾ. സ്പൈസ് ജെറ്റ് 13 പ്രത്യേക വിമാന സർവീസ് നടത്തുമെന്ന് അറിയിച്ചു. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങൾ ഭാഗികമായി പ്രവർത്തനം പുനരാരംഭിക്കും. വ്യോമയാന മന്ത്രാലയം നേരിട്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, ദില്ലി.